പി ജയരാജൻ്റെ പുസ്തകത്തിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. പി ജയരാജൻ എന്തൊക്കെ പറയും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു പുസ്തകം പുറത്തിറക്കുന്നതിന് മുൻപ് അത് സംബന്ധിച്ച ചില കാര്യങ്ങൾ പറയുന്നത് സ്വാഭാവികമാണ്. അത് പുസ്തകത്തിൻ്റെ വിൽപ്പനയ്ക്ക് ഗുണകരമാകും എന്നാണ് വിശ്വാസം. ആ നിലയ്ക്ക് ചില കാര്യങ്ങൾ പി ജയരാജനും തുറന്നു പറഞ്ഞു. കണ്ണൂരിലെ പ്രൈം 21 എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പി ജയരാജൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഈ പ്രൈം 21ൻ്റെ റിപ്പോർട്ടർ മുഹമ്മദ് സൈഫുള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് പി ജയരാജൻ ചില പരാമർശങ്ങൾ നടത്തി. ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ടാകും എന്നാണ് പി ജയരാജൻ പറയുന്നത്. ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ച് ചില വിവരങ്ങൾ നേരത്തെ താൻ ശേഖരിച്ചിരുന്നു. കഴിഞ്ഞ കാലത്ത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കിട്ടിയ ചില വിവരങ്ങൾ കൂടി ചേർത്ത് ആണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത് എന്നാണ് ഇപ്പോൾ പി ജയരാജൻ പറയുന്നത്. ഏതായാലും പി ജയരാജൻ പുതിയതായി എന്തെങ്കിലും കണ്ടെത്താൻ സാധ്യതയില്ല. നാളിതുവരെ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റൊരു തരത്തിൽ പി ജയരാജൻ പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുസ്തകത്തിൽ വലിയ വെളിപ്പെടുത്തലുകൾ ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഏതായാലും ഈ മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന ഈ പുസ്തകം ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കാര്യങ്ങൾ ഏതൊക്കെ തലത്തിൽ അവതരിപ്പിക്കാൻ പി ജയരാജന് കഴിയും എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദമുണ്ടെന്നും IS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന കാര്യങ്ങളുമൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്തി ഇവിടെ നിന്ന് പോയ ആളുകളെ സംബന്ധിച്ച ചില വിവരങ്ങളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞിടെ കേരള സ്റ്റോറി എന്ന ഒരു സിനിമ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. സിനിമ പറയുന്ന കാര്യങ്ങളിലൊന്നും വാസ്തവമില്ല എന്ന വാദവുമായി ചിലർ രംഗത്തെത്തി. കേരളത്തിൽ നിന്ന് 32,000-ഓളം യുവതികൾ മതം മാറി ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞു എന്നൊരു പരാമർശം ദി കേരള സ്റ്റോറി എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ ആദ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ അങ്ങനെ 32,000-ഓളം ആളുകൾ മതം മാറിയിട്ടില്ല എന്ന കാര്യം പുറത്തു വന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകർ ഏതായാലും ആ നിലപാട് തിരുത്തുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് 100-ഓളം ആളുകൾ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരിക്കൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ 72 ആളുകൾ വിദേശത്തേക്ക് ജോലി അന്വേഷിച്ചു പോയതാണ്. അവിടെ നിന്നാണ് ഈ മതതീവ്രവാദത്തിലേക്ക് അവർ സ്വാധീനിക്കപ്പെട്ടത്. അങ്ങനെ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ പോയി. കേരളത്തിൽ നിന്ന് 28 പേർ അങ്ങനെ പോയിട്ടുണ്ട് എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. അതിൽ 5 പേർ മാത്രമാണ് മറ്റു മതവിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബാക്കിയുള്ളവർ ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെയാണ് ഈ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പി ജയരാജൻ ഇപ്പോൾ ഈ കാര്യം പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്നതാണ് മറ്റൊരു ചോദ്യം. കേരളത്തിൽ സ്വതവേ രാഷ്ട്രീയ പാർട്ടികൾ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കാൻ ഭയക്കുന്നു എന്നൊരാരോപണം BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഹിന്ദു വർഗീയവാദത്തെക്കുറിച്ച് ശക്തമായി ആഞ്ഞടിക്കുന്ന പല നേതാക്കളും ഈ മുസ്ലിം വർഗീയവാദം വരുമ്പോൾ അതിന് വേണ്ടത്ര ഒരു ശക്തി ഇല്ലാതെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന ആരോപണം ശക്തമാണ്. അതിൽ നിന്ന് വ്യത്യസ്തനാണ് പി ജയരാജൻ എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഈ പുസ്തകം CPM-നെ പ്രതിസ്ഥാനത്താക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള 100,000 ചോദ്യങ്ങളാണ് ഇപ്പോൾ പുസ്തകത്തെ സംബന്ധിച്ച് ഉയരുന്നത്. ഏതായാലും പുസ്തകം ഒരു വിവാദമാകുമെന്നും വിവാദത്തെ താൻ ഭയപ്പെടുന്നില്ല എന്നും പി ജയരാജൻ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പുറത്തുവിടും. കേരളത്തിൽ നിന്ന് 4 പേർ അതിർത്തിയിൽ സൈന്യത്തോട് ഏറ്റുമുട്ടി മരിച്ചിരുന്നു. ഈ തീവ്രവാദ പ്രവർത്തനത്തിന് പോയവരെയാണ് സൈന്യം വധിച്ചത് എന്ന് അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഈ കുപ്രസിദ്ധമായ കശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ തടിയൻ്റെ നസീറും ഒക്കെ പിന്നീട് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞത്. പാനായിക്കുളത്ത് ഒരു സിമി ക്യാമ്പ് നടന്നതിനെ തുടർന്നാണ് NIA ആദ്യം ഇത്തരത്തിലൊരു തീവ്രവാദ കേസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. NIA-യുടെ ആദ്യ കേസാണ് ഈ പാനായിക്കുളം സിമി കേസ്. പക്ഷേ കേസ് വലിയ വിവാദമായെങ്കിലും അതിൽ പ്രതീക്ഷിച്ചൊരു ഫലം ഉണ്ടായില്ല എന്നാണ് പിന്നീട് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നീട് NIA നിരവധി കേസുകൾ കേരളത്തിൽ അന്വേഷിച്ചിട്ടുണ്ട്.
വളപട്ടണത്ത് നിന്നും സമാനമായ ഒരു കേസ് പിന്നീട് ചർച്ചാ വിഷയമായി. ആളുകളെ സ്വാധീനിച്ച് ഇങ്ങനെ തീവ്രവാദ ഏജൻസികളിൽ റിക്രൂട്ട് ചെയ്യാനുള്ളൊരു ശ്രമം വളപട്ടണത്ത് നടന്നു എന്ന ഒരു കേസും നിലവിലുണ്ടായിരുന്നു. ഇതിനൊക്കെ അപ്പുറത്താണ് കേരളത്തിൽ നിന്ന് ചിലർ അപ്രത്യക്ഷരായി എന്ന വിവരം കൂടി പുറത്തു വന്നത്. കണ്ണൂരിൽ നിന്ന് ചില കുടുംബങ്ങൾ അപ്രത്യക്ഷമായതായാണ് വിവരം. അവർ ചിലർ മൈസൂരിലേക്ക് പോയി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ അങ്ങനെ ചിലർ സിറിയയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്ന് ഇങ്ങനെ പോയവരെല്ലാം മരിച്ചു എന്നാണ് പോലീസിൻ്റെ ഒരു അനുമാനം. ഇത് സംബന്ധിച്ച് അങ്ങനെ വ്യക്തമായ കേസുകളൊന്നും ഇല്ലെങ്കിലും നിരവധി പേർ ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരും ഉണ്ട്. ഏതായാലും ഈ സാഹചര്യത്തിൽ ജയരാജൻ കുറേ കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ജയരാജന് എത്ര ശക്തമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും, എത്ര നാൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയും? ജയരാജൻ്റെ പ്രസ്താവന CPIMനെ പ്രതിരോധത്തിലാക്കുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ്. ഇസ്ലാമിനെ അന്ധമായി വെറുക്കുന്ന ചിലരുണ്ട് എന്നാണ് ഈ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇസ്ലാമോഫോബിയ എന്ന ഈ വാക്കിനെ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ഒരു ആരോപണവും മറുവശത്ത് ഉണ്ട്. ഈ മതവും രാഷ്ട്രീയവും കൂടി കലരുമ്പോൾ അത് ജനജീവിതം ദുസ്സഹമാക്കുന്നു എന്നാണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീവ്രവാദം ഒരു പോംവഴിയല്ല. തീവ്രവാദത്തിലേക്ക് തിരിയുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി അവരെ പിന്തിരിപ്പിക്കുന്നതും ഒരു ശരിയായ രീതിയല്ല. തീവ്രവാദത്തെ അങ്ങനെയൊന്നും തടയാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഈ ഹിന്ദു വർഗീയവാദത്തെ എതിർക്കുന്ന അതേ തീവ്രതയോടുകൂടി ഇസ്ലാമിക വർഗീയവാദത്തെ CPMോ കോൺഗ്രസ്സോ എതിർക്കുന്നില്ല എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ജയരാജൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും ബുദ്ധിജീവികളുമൊക്കെ തീവ്രവാദത്തിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അവർ ഈ തീവ്രവാദത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന തരത്തിലൊക്കെ മാറ്റിപ്പറഞ്ഞ് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നത് പൊതുബോധത്തെ സ്വാധീനിക്കും എന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും ഈ തീവ്രവാദത്തെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നത് വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പേരിലൊക്കെ ഈ മതതീവ്രവാദത്തെ അനുകൂലിക്കുന്നത് പൊതുബോധത്തെ സ്വാധീനിക്കാൻ വഴിവെക്കും എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ വിമർശനം ശക്തമായി ഉണ്ടായില്ലെങ്കിൽ ജനജീവിതം ദുസ്സഹമാകുന്ന തരത്തിലേക്ക് ഇവരുടെ ശക്തി വർദ്ധിക്കും എന്ന് പറയുന്നവരും ഉണ്ട്. P. ജയരാജൻ ഇവിടെ വ്യത്യസ്തരാകുമോ എന്ന ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. ഇവിടുത്തെ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും പറയാൻ മടിക്കുന്ന കാര്യം ആർജവത്തോടെ പറയാൻ PJക്ക് ആകുമോ? ആ ചോദ്യം ഒക്ടോബറിൽ ഉത്തരം കണ്ടെത്തും. ഒക്ടോബറിലാണ് P. ജയരാജൻ്റെ പുസ്തകം പുറത്തിറക്കുന്നത്.